യാത്രകൾ പോകാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? പുതിയ പുതിയ ദേശങ്ങൾ, പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ ഭക്ഷണം, അങ്ങനെ അങ്ങനെ പറഞ്ഞാലും തീരാത്ത വൈവിധ്യങ്ങളാണ് ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത്. ഡിസംബറിൽ മഞ്ഞു പെയ്യുന്ന ഹിമാലയൻ താഴ്വരയിലേക്കാണ് അത്തരമൊരു യാത്ര എങ്കിലോ പിന്നെ പറയാനുമില്ല. കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കപ്പെട്ട ഒരു മണാലി യാത്രയുടെ വീഡിയോ കാഴ്ചക്കാരുടെ ഹൃദയം തന്നെ കീഴടക്കുകയാണ്. കേരളത്തിൽ നിന്നും 55-ാം വയസ്സിൽ മണാലിക്ക് പോയ ഒരു ഉമ്മയുടെ വീഡിയോ ആയിരുന്നു അത്. പ്രായമായ അച്ഛനമ്മമാർക്കൊപ്പം ഒരു ദീർഘയാത്ര പലരുടെയും സ്വപ്നമാണ്. മക്കളെ വളർത്താനും കുടുംബം നോക്കാനും ജീവിതകാലം ചെലവഴിച്ചപ്പോൾ പല മാതാപിതാക്കളും സ്വന്തം സന്തോഷം മറന്നിട്ടുണ്ടാകാം. പ്രായമായ അച്ഛനമ്മമാർക്കൊപ്പം യാത്ര പോകുന്ന മക്കളുടെ വീഡിയോ പലപ്പോഴും സൈബർ ഇടങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട്. ഇവിടെ ഇപ്പോഴിതാ 55-കാരിയായ നഫീസുമ്മ മകൾക്കൊപ്പം നടത്തിയ മണാലി യാത്രയാണ് സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നത്. എത്ര പ്രായമായി എന്നതിലല്ല, ഏത് പ്രായത്തിലും നമ്മൾ നമ്മുടെ സന്തോഷത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം എന്ന കുറിപ്പോടെ പ്ലാൻ ടു ഗോ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഒറ്റ ദിവസത്തിനുള്ളിൽ 56 ലക്ഷം വ്യൂസ് ആണ് നേടിയത്. 4 ലക്ഷത്തിലേറെ ആളുകളാണ് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കുന്നത്. രസകരമായ നിരവധി കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോൺ എടുത്താലും വേണ്ടിയില്ല, അമ്മയെയും കൊണ്ടുപോകണം, എന്താ ഒരു മൂഡ്, പൊളി മൂഡ്, വൈബിന്റെ അതിമാരക വേർഷൻ. കമന്റുകളിൽ ചിലത് ഇങ്ങനെയാണ്. വൈറലാകണമെന്ന് വിചാരിച്ച് മണാലിയിൽ പോയതല്ല എന്നും ഉമ്മയുടെ സ്വപ്നത്തിനായി നടത്തിയ യാത്രയാണെന്നും മകൾ ജിഫ്ന വീഡിയോയിൽ കുറിച്ചു. വൈറലാവുമെന്നോ റീച്ച് കിട്ടണമെന്നോ ഒന്നും വിചാരിച്ചു വന്നതല്ല. ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും മണാലി ഉണ്ടായിരുന്നതല്ല. പക്ഷേ യാത്രയോട് ഒത്തിരി ഇമ്പമുള്ള ഉമ്മാന്റെ വലിയ സ്വപ്നങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ട് സഫലമാവാൻ ഇത്തിരി സമയമെടുത്തു എന്നേയുള്ളൂ. ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ നഫീസുമ്മ സ്വന്തമായി ഒരു പേജ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പൊളിമൂഡ് നബീസു എന്നാണ് ആ പേജ്. നൊമ്പരപ്പെടുത്തുന്ന ഇന്നലെകളിൽ നിന്നും സന്തോഷം തേടി ഉമ്മയെയും കൂട്ടി മണാലിയിലേക്ക് യാത്ര പോയതിന്റെ വിവരണങ്ങൾ ഉമ്മയുടെ മകൾ അവിടെ കുറിച്ചു വച്ചിട്ടുണ്ട്. വീഡിയോയിൽ നാട്ടിലുള്ള തന്റെ സുഹൃത്തുക്കളെ പേര് ചൊല്ലി വിളിച്ച് നബീസുമ്മ മണാലി കാണാൻ ആവശ്യപ്പെടുന്നതും കാണാം. 55-ാം വയസ്സിൽ ഇവിടെ വന്ന് ഈ മണ്ണിൽ ഈ മഞ്ഞിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതുപോലുള്ള രസം എവിടെ കിട്ടാനാണ് എന്നും ഉമ്മ തന്റെ സുഹൃത്തുക്കളോട് വീഡിയോയിലൂടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. താൻ ഇനിയും മക്കളോടൊപ്പം ഇവിടെ വരുമെന്നും നിങ്ങളും വരണമെന്നും ഈ ഉമ്മ പറയുന്നു. പിന്നാലെ നബീസുമ്മ നിലത്ത് വീണ് കിടക്കുന്ന മഞ്ഞ് വാരിയെറിയുന്നതും വീഡിയോയിൽ കാണാം. വീഡിയോക്ക് താഴെ ഉമ്മയുടെ സന്തോഷം കാഴ്ചക്കാരും ഏറ്റെടുത്തിരിക്കുകയാണ്. നിരവധി പേർ ഒരു ദിവസം തങ്ങളുടെ അച്ഛനമ്മമാരെയും ഇതുപോലെ കൊണ്ടുപോകണമെന്ന് എഴുതിയിരിക്കുന്നു. ചിലർ ലോൺ എടുത്തായാലും കൊണ്ടുപോകുമെന്നാണ് എഴുതിയത്. പൊളി മൂഡ്, പക്ഷേ എന്റെ ഉമ്മാനോട് ചോദിച്ചാൽ ഒലക്കന്റെ മൂഡ് എന്നാവും പറയുക എന്നൊരു രസികൻ കുറിപ്പുമിട്ടിട്ടുണ്ട്. ചിലർ ഇതൊക്കെയാണ് ജീവിതമെന്ന് കുറിച്ചപ്പോൾ നബീസുമ്മയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് വീഡിയോയോടൊപ്പം ഹൃദയചിഹ്നം ചേർത്തുവെച്ചത്. മഞ്ഞിൽ കളിക്കുന്നതും മഞ്ഞുകൂനകൾക്ക് മുകളിൽ കിടന്ന് തന്റെ സുഹൃത്തുക്കളോട് യാത്രയുടെയും മണാലിയിലെ മഞ്ഞുമലകളുടെയും ഭംഗിയെ വിവരിക്കുന്ന നബീസുമ്മയുടെ നിഷ്കളങ്കത മലയാളികളൊന്നടങ്കം ഏറ്റെടുത്തപ്പോൾ നബീസുമ്മയെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി മതപണ്ഡിതന്മാരാണ് രംഗത്തെത്തിയത്. ഇതിനിടെയാണ് കാന്തപുരം വിഭാഗം നേതാവും AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻ ചീഫുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി നബീസുമ്മയെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലേണ്ടതിന് പകരം ഏതോ ഒരു നാട്ടിൽ മഞ്ഞു കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നായിരുന്നു ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ പരാമർശം.